പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ആശ്വാസത്തിലാണ് ആഗോള സമൂഹം. എന്നാൽ ഈ താൽക്കാലിക ശാന്തതയ്ക്ക് പിന്നിൽ കനലുകൾ എരിഞ്ഞു തീരുന്നില്ല എന്ന യാഥാർത്ഥ്യം അന്താരാഷ്ട്ര വിപണിയെയും നയതന്ത്ര ലോകത്തെയും ഒരേപോലെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. ചരിത്രപരമായ ശത്രുതയുടെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഇറാനും ഇസ്രയേലും പരസ്പരം മിസൈൽ പെരുമഴ പെയ്യിച്ചപ്പോൾ ലോകം ഉറ്റുനോക്കിയത് അമേരിക്കയുടെയും റഷ്യയുടെയും നീക്കങ്ങളിലേക്കായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ ഇടപെടലുകളും മുന്നറിയിപ്പുകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ശാക്തിക ചേരിതിരിവിന് വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരസ്യമായി വിരട്ടിക്കൊണ്ട് ട്രംപ് നടത്തിയ പ്രസ്താവനകളും ഇതിനിടയിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ റഷ്യ സ്വീകരിച്ച കടുത്ത സാമ്പത്തിക നിലപാടുകളും ആഗോള വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ ഇടിവും സ്വർണ്ണവിലയിലെ മുന്നേറ്റവും വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സൂചനകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ബിബി എന്ന് പരക്കെ അറിയപ്പെടുന്ന നെതന്യാഹുവിനോട് ട്രംപ് വ്യക്തമായ ഭാഷയിലാണ് തന്റെ വിയോജിപ്പ് അറിയിച്ചത്. ഇറാനെതിരായ ആക്രമണം കടുപ്പിച്ചാൽ ഇസ്രായേൽ ഭാവിയിൽ വലിയ പ്രതിസന്ധിയിലാകുമെന്നും അമേരിക്കയുടെ പരമ്പരാഗതമായ പിന്തുണ പോലും നഷ്ടപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബിബി, നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ താമസിയാതെ നിനക്കൊറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമെന്ന ട്രംപിന്റെ വാക്കുകൾ വെറുമൊരു ഉപദേശമല്ല, മറിച്ച് ശക്തമായ ഒരു നയതന്ത്ര വിരട്ടലായിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ പൂർണ്ണമായി വിലക്കെടുക്കാതെയായിരുന്നു ഇറാനിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എങ്കിലും ട്രംപിന്റെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും താൽക്കാലികമായി വെടിനിർത്തലിലേക്ക് കടക്കാൻ ഒടുവിൽ സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു. 2 മാസം നീണ്ട കടുത്ത സംഘർഷങ്ങൾക്ക് ശേഷമാണ് തിങ്കളാഴ്ചയുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്ക് തിരിച്ചടി എന്നോണമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈലുകൾ വർഷിച്ചത്. ഇതിന് പിന്നാലെ ഇസ്രായേൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ US ഇടപെടലോടെ തൽക്കാലം സൈനിക നടപടികൾ നിർത്തിവെക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെയും അതുപോലെ തങ്ങൾക്കെതിരെയും ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ വീണ്ടും കടുത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി ഇറാനും ഹിസ്ബുള്ളയും മുൻപത്തേക്കാൾ ദുർബലമായി കഴിഞ്ഞെന്നും എങ്കിലും തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പുനരാരംഭിക്കാനാണ് ഭാവമെങ്കിൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ലെബനനിലെ ഹിസ്ബുള്ളയുടെ സ്വാധീന മേഖലകളിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയതോടെ ഈ താൽക്കാലിക വെടിനിർത്തൽ എത്രനാൾ നീണ്ടുനിൽക്കും എന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സമാധാന കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതുവരെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാന്റെ കപ്പൽ ഗതാഗതം തടയുന്ന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് US സൈന്യത്തിന്റെ തീരുമാനം. ഇത് ആഗോള വിപണിയിൽ വലിയൊരു ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട്. വിപണിയിലെ ഈ അനിശ്ചിതത്വം ക്രൂഡ് ഓയിൽ വിലയെയും സ്വർണ്ണ വിലയെയും നേരിട്ട് ബാധിക്കുന്നു. തൽക്കാലം വലിയൊരു യുദ്ധം ഒഴിവായെന്ന സൂചനകൾ പുറത്തു വന്നതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $93.79 US ക്രൂഡ് വില $90.80 താഴ്ന്നു. എങ്കിലും വിപണി പൂർണ്ണമായും ശാന്തമല്ല. 1% താഴെ മാത്രമുള്ള ഈ വിലക്കുറവ് ഏത് നിമിഷവും മാറിമറിയാമെന്ന ഭീതിയിലാണ് നിക്ഷേപകർ. പശ്ചിമേഷ്യ ശാന്തമാകുകയും എണ്ണവില താഴുകയും ചെയ്താൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടും. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $4,300 താഴേക്ക് പോയ സ്വർണ്ണവില ഇപ്പോൾ $4,335 തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ അന്താരാഷ്ട്ര മാറ്റങ്ങൾ പ്രാദേശിക വിപണികളിലും സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കും. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ് റഷ്യയുടെ പുതിയ നിലപാടുകൾ വരുന്നത്. ഈ മാസത്തെ ക്രൂഡ് ഓയിൽ കയറ്റുമതി കുത്തനെ വെട്ടിക്കുറയ്ക്കാനാണ് റഷ്യൻ ഭരണകൂടം ഒരുങ്ങുന്നത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളും ഹോർമൂസ് തടസ്സങ്ങളും കാരണം ആഗോള എണ്ണ വിതരണ ശൃംഖല ഇതിനകം തന്നെ കനത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിനിടയിലേക്കാണ് വിപണിയിൽ കൂടുതൽ ഉലയ്ക്കുന്ന റഷ്യയുടെ ഈ തീരുമാനം വരുന്നത്. റഷ്യയുടെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ നിന്ന് റഷ്യ മുൻപ് പ്രതിദിനം 25 ലക്ഷം ബാരൽ വീതം എണ്ണ കയറ്റുമതി ചെയ്തിരുന്നത് ഈ മാസം 17 ലക്ഷം ബാരലിലേക്ക് ചുരുക്കാനാണ് നീക്കം. റഷ്യയുടെ ഈ പെട്ടെന്നുള്ള പിൻവാങ്ങൽ ആഗോളതലത്തിൽ എണ്ണ ലഭ്യത കുറയ്ക്കുകയും വില വീണ്ടും കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. ഇത് ഇന്ത്യ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെയായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക. ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക വ്യവസ്ഥയും എത്രത്തോളം പരസ്പര പൂരകങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. ഇസ്രയേലിന്റെ സൈനിക വാശിയും അമേരിക്കയുടെ നയതന്ത്ര സമ്മർദ്ദവും റഷ്യയുടെ തന്ത്രപ്രധാനമായ സാമ്പത്തിക നീക്കങ്ങളും ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. നെതന്യാഹുവിന്റെ യുദ്ധം തുടരാനുള്ള തീരുമാനവും ട്രംപിന്റെ കടുത്ത
കടുത്ത നിലപാടുകളും തമ്മിലുള്ള ഘർഷണം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിയെഴുതിയേക്കാം. ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമാകുന്നത്. താൽക്കാലികമായി യുദ്ധത്തിന് അറുതി വന്നതുപോലെ തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ സാമ്പത്തിക യുദ്ധം ആഗോള വിപണികളെ വരും മാസങ്ങളിൽ കൂടുതൽ കലുഷിതമാക്കിയേക്കാമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന്റെ ആഘാതം സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിത ചെലവുകളിലും പ്രതിഫലിക്കുമെന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.